തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. കോതമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപടം വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതം സെന്റ് ജോർജ് സ്കൂളിലെത്തിയാണ് ഷിബു തെക്കുംപടം വോട്ട് രേഖപ്പെടുത്തിയത്. കോതമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപടം കുടുംബസമേതം സെന്റ് ജോർജ് സ്കൂളിലെ 82-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും തന്റെ വിജയം സുനിശ്ചിതമാണെന്നും സ്ഥാനാർത്ഥി ഷിബു തെക്കുംപടം പറഞ്ഞു. UDFന്റെ തരംഗം ആഞ്ഞടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ദുർഭരണം നടത്തുന്ന ഈ സർക്കാർ മാറണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കോതമംഗലം നിയോജകമണ്ഡലം കഴിഞ്ഞ 10 വർഷമായി വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച നിയോജകമണ്ഡലമാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാനോ പുതിയ പരിപാടികൾ നടപ്പിലാക്കാനോ കഴിയാതെ പോയ, എല്ലാ തരത്തിലും വികസനത്തിന് തടസ്സം നിന്ന 10 വർഷങ്ങളാണ് കോതമംഗലത്തുണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കോതമംഗലത്ത് ഐക്യജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടി ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കും. ജനങ്ങളുടെ വലിയ മുന്നേറ്റമാണ് ഉടനീളം കാണാനായിട്ട് കഴിയുന്നത്. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സെന്റ് ജോർജ് സ്കൂളിലെ 81-ാം ബൂത്തിലും വോട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.